എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ചു തരുന്നതായിരിക്കും. മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ഫീസ് എത്രയെന്ന്. ഇഷ്ടമുള്ളൊരു ദക്ഷിണ നോക്കുന്നതിന് അയച്ചു തന്നാൽ മതി. അപ്പോൾ 2026 ജാനുവരി തൊട്ട് ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലമാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ജ്യോതിഷവിധി പ്രകാരം ഒരു ആനയുടെയും മനുഷ്യൻ്റെ ആയുസ് 120 വർഷം വരെയാണ്. നമ്മളെയൊക്കെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന നവഗ്രഹങ്ങളാണ്. നവഗ്രഹ കാര്യങ്ങൾക്ക് ബലം കുറവാണെങ്കിൽ നമുക്ക് ജാതകത്തിലുള്ള നല്ല നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതലും വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട പ്രീതിപ്പെടുത്തേണ്ട ദേവത എന്ന് പറഞ്ഞാൽ നവഗ്രഹങ്ങളാണ്. നമ്മൾ പറയാറില്ലേ ജാതകത്തിൽ നല്ല നല്ല ഭാഗ്യങ്ങളുണ്ട്, വീട് വെക്കാൻ യോഗമുണ്ട്, ഇല്ലെങ്കിൽ ഗജകേസരി യോഗം, നല്ല നല്ല എന്താ 2 നില വീട് വെക്കും. പക്ഷേ നമുക്കതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. മിക്ക ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴത്തില്ല. ഒന്നാമത്തെ കാര്യം, ബന്ധുക്കർ പരസ്പരം വഴക്കാന്ന് വിചാരിച്ച് ഈ പറയുന്ന അമ്മാവൻ്റെ ചിറ്റപ്പൻ്റെ ഒക്കെ വീട്ടിലായിരിക്കും കുടുംബക്ഷേത്രം ഇരിക്കുന്നത്. അവിടെ പോകത്തില്ല. എന്നിട്ട് അവിടെ പോകാതെ ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുന്നത് കാര്യം നടക്കോ ഇല്ല. പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്ത് കാവ് കാണും. അപ്പോൾ ഈ പരിസരവാസികളും ഈ ആൾക്കാരൊക്കെ ആയിട്ടുള്ളവർ ചിലവർ വഴക്കാന്ന് വിചാരിച്ച് അവിടെ പൂജ നടക്കുന്ന സമയത്ത് ഇവരവിടെ പോവോ, അവർക്ക് എണ്ണ ഉണ്ടോ കൊടുക്കത്തില്ല. ഇവരെന്ത് ചെയ്യും? തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പോകാതെ ദൂരം മണ്ണാർശാല കൊണ്ട് പരിഹാരം ചെയ്യും. മണ്ണാർശാല ചെയ്തേക്കോ ഇല്ല. അപ്പം നമ്മൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോകാതെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയില്ല. നമ്മൾ പിന്നെ പ്രീതിപ്പെടുത്തേണ്ട നമ്മുടെ ഒരു ദേശം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എൻ്റെ വീട് ആലപ്പുഴ പഴവീടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ദേവത എന്ന് പറഞ്ഞാൽ പഴവീട്ടിൽ അമ്മയാണ്. അപ്പോൾ ആ ദേവതയെ പോയി നോക്കാതെ ബാക്കിയുള്ള ദൂര ക്ഷേത്രത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ദേശദേവത തൊഴാതെ നമ്മൾ ബാക്കിയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ തൊട്ടു വീടിൻ്റെ അടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ വണങ്ങാതെ കാവുകളോ വെച്ചാരാധനയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴാതെ ഈ പറയുന്ന ദേശദേവത എടുത്തോ മണ്ണർശാലയൊക്കെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്യണം? പ്രീതിപ്പെടുത്തുന്ന യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉത്രാടം നക്ഷത്രം 2026 മറ്റുള്ള നക്ഷത്രത്തെ പോലെ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നൊരു വർഷമായിരിക്കും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടവർക്ക് കാര്യങ്ങൾ, ഇവർക്ക് ഒരിക്കലും സാമ്പത്തിക നഷ്ടം 2026 ഉണ്ടാകത്തില്ല. അതായത് ജോലിയിൽ സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ വന്ന് ഭവിക്കത്തില്ല. കടബാധ്യതകളൊക്കെ തീരും, വീട് പണി നടക്കും, വിവാഹ കാര്യങ്ങൾ നടക്കും. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു ചിങ്ങമാസം തൊട്ട് ഇവർക്ക് നല്ല നല്ല ഫലങ്ങൾ സാധ്യമായി വരും. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെച്ച് നവഗ്രഹ അർച്ചന നടത്തുക. ഒപ്പം തന്നെ ഉത്രാടം നക്ഷത്രക്കാർ കേതു ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അതായത് ആഴ്ചയിലോ മാസത്തിലോ ഉത്രാടത്തിനെന്ന് കേതു ഭഗവാനെ കർമ്മത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ കൂടുതൽ എന്താ പറയുക, ഇല്ലാത്ത ആയിട്ടുള്ള ഒത്തിരി അന്ധമായ വിശ്വാസം അകപ്പെട്ട് 10-30,000 രൂപ കൊടുത്ത് നമ്മൾ പൂജാതി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സാമ്പത്തികം പോലെ നമ്മൾ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ 2026 ഉത്രാടം നക്ഷത്രക്കാർക്ക് എല്ലാ വിജയങ്ങളും നേടിയെടുക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏകദേശം പഠിക്കാനിരിക്കുമ്പോഴുള്ള തലവേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുക, അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ താമര കൊണ്ടോ കൊടുത്തോ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടോ സരസ്വതി മന്ത്ര അർച്ചന മാസത്തിൽ 1 വർഷക്കാലം നടത്തുന്നത് വളരെയധികം ഗുണമാണ്. ഈ സരസ്വതി മന്ത്ര അർച്ചന ചെയ്യുന്നതുകൊണ്ട് നിലവിലെ ദോഷം മാറും, ഭാഗ്യം വർദ്ധിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. അതായത് പഠിക്കാനിരിക്കുമ്പോഴുള്ള തലവേദനകൾ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയെ വരുന്നില്ല, ഇങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ സരസ്വതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത്. സമയദോഷമാണ് മാറിക്കൊള്ളെന്ന് പറയുന്നത് ഇരിക്കരുത്, നമ്മൾ ആ സമയത്ത് നമ്മൾ പഠിക്കുക. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ദൃഷ്ടിദോഷങ്ങൾ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നാരങ്ങ വിളക്ക് തലക്കൊഴിഞ്ഞ് ദേവീക്ഷേത്രത്തിൽ കത്തിക്കുന്ന വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് മേലധികാരിയിൽ നിന്ന് അനുകൂലമായ വാക്കുകൾ കിട്ടും. അതായത് കൂടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സന്തോഷമായിരിക്കും, ട്രാൻസ്ഫർ കിട്ടും, പ്രമോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ 2026 ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടാകും. ഇവർ ഏത് ജോലി ചെയ്താലും ഇവരുടെ ജോലിയിലെ പ്രവർത്തനങ്ങൾ കണ്ട് പുതിയ ജോലിയിലേക്കുള്ള ഓഫറുകൾ വരും. വിദേശത്ത് പോകാനും വിദേശത്ത് നിന്ന് പോകാനുള്ള തടസ്സങ്ങളൊക്കെ 2026 ഉത്രാടം നക്ഷത്രക്കാർക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഇവർക്ക് സ്കിന്ന് സംബന്ധമായ രോഗങ്ങൾ പിടിപെടാനിടയുണ്ട്. നാൽക്കാലി മൃഗങ്ങളിൽ വിഷഭയ കാര്യങ്ങൾ ഏൽക്കാനിടയുള്ളതുകൊണ്ട് നാൽക്കാലി മൃഗങ്ങളായിട്ട് ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധ വേണം ഉത്രാടം നക്ഷത്രക്കാർ. അതുപോലെ തന്നെ
ശത്രുദോഷങ്ങൾ വർദ്ധിച്ച് വരുന്ന ഒരു വർഷവും കൂടെയാണ് 2026. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു വളരെ ശ്രദ്ധിച്ച് വേണം പറയാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരോട് നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത്, അവരൊരു ശത്രുതാ മനോഭാവത്തിലേക്ക് ശത്രുദോഷങ്ങൾ കൂടാനിടയുള്ളതുകൊണ്ട് വടക്കോ പടിഞ്ഞാട്ടുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക, പടിഞ്ഞാട്ടുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഈ അഹോര മന്ത്ര അർച്ചന നടത്തുന്നതും ശത്രുദോഷത്തിന് ഉത്തമമാണ്. അതായത് 1 വർഷക്കാലം അഹോര മന്ത്രം ചെയ്യുക. ഇത് ജോലിയുള്ള ഭക്തജനങ്ങൾ, ഈ ഉത്രാട നക്ഷത്രക്കാർ ജോലി കളഞ്ഞ് വഴിപാടുകളും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, പറയുന്ന കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം മാത്രം ചെയ്താൽ മതി. ഉത്രാടം നക്ഷത്രക്കാർ 1 വർഷക്കാലം അഷ്ടദ്രവ്യ ഗണപതി ഹോമോ ഭഗവതി സേവയും ചെയ്യുക. ഈ ഭഗവതി സേവ ചെയ്യുന്ന സമയത്ത് നമ്മൾ പങ്കെടുത്ത് നമ്മുടെ ആ ഒരു പ്രസാദം സ്ഥാപനത്തിലോ വീട്ടിൽ വെക്കുക. കുടുംബപരമായിട്ടൊക്കെ ദൂരെ തീർത്ഥാടനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ ഉത്രാടം നക്ഷത്രക്കാർക്ക് പറ്റും. എന്തുകൊണ്ടും പൊതുവെ ഉത്രാടം നക്ഷത്രക്കാർക്ക് 2026 നല്ല ഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങൾ നടക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ ഇവരെ സാമ്പത്തിക ലാഭങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ വരുന്നതാണ്. കൂടുതൽ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിക്കുന്നില്ല ഉത്രാടം നക്ഷത്രക്കാർക്ക്. ചെറിയ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഉത്രാട നക്ഷത്രക്കാർക്ക് വേണ്ടി. ഇപ്പം പല യൂട്യൂബിൽ പല ആൾക്കാർ പല രീതിയിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്നത്. ആര് എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിക്കണം, ഇവർ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് അങ്ങനെയും കൂടെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ആരുടെയും വാക്കിയിട്ട് കൂടുതൽ പൂജകളും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ അസുഖം വന്നാൽ ആശുപത്രിയിൽ തന്നെ പോയി മരുന്ന് മേടിക്കുക. ജോലിക്ക് പോകാതെ എത്ര ജാതകത്തിൽ ഭാഗ്യങ്ങളുണ്ടെങ്കിലും പൈസ വരത്തില്ല. പൈസ വരണമെങ്കിൽ നമ്മൾ കൃത്യമായി ജോലിക്ക് പോകണം. അതേപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി കൂടുതൽ വഴിപാടുകളും കാര്യങ്ങളും ചെയ്ത് നടക്കേണ്ട. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഭഗവതി സേവയും നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 പ്രദക്ഷിണം വെച്ച് നവഗ്രഹ പൂജയോ നവഗ്രഹ അർച്ചന നടത്തുക. പിന്നെ പറഞ്ഞ പോലെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുക. വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ മേടിച്ചു കൊടുക്കുക. ദേശദേവത പ്രീതിപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ജാതകത്തിലെ ഭാഗ്യങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.